ആ തൈലം വാങ്ങി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ സന്തോഷമായി കഴിഞ്ഞാൽ പ്രവർത്തിച്ചത് നന്ദി പറയുക. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം കാഞ്ഞങ്ങാട് പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പുഞ്ചാബി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങി നിങ്ങളുടെ ഫലം അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതാണ് എൻ്റെ 100 രൂപ കൊടുത്താലും ആ 100 രൂപ ഫലത്തിനാൻ കാട്ടി ഡബിൾ ഫലം നമ്മൾക്ക് ലഭിക്കപ്പെടും. അതാണ് ഇതിൻ്റെ ഗുണം. വേറെ പ്രയാസങ്ങൾ എല്ലാ പ്രയാസങ്ങളും ഇവിടുന്ന് നമുക്ക് മാറി കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹം. അപ്പം നിങ്ങളെല്ലാവരും അത് വാങ്ങുക. ഞാൻ പിന്നെ നിങ്ങൾക്കറിയാം എന്നെക്കുറിച്ച് ഞാനെടുത്തൊരു മാതൃക കർഷകനാണ്. കൃഷിപരമായിട്ട് എല്ലാ കുട്ടികളെയും എല്ലാം നാട്ടുകാരൊക്കെ മൊത്തം കൃഷി കൊണ്ടുവരുന്ന വ്യക്തിയാണ്. പ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തൈലം വാങ്ങിയാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു. വാദസംബന്ധമായ വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ഒരുപാട് കാലമായി പഴകിയ നട്ടല് വേദന, നടുവേദന കൊണ്ട് വിഷമിക്കുന്നവർ, പെടലി വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മുട്ടുമടക്കാൻ കഴിയാതെ, സുജൂദ് ചെയ്യാൻ കഴിയാതെ, അത്തഹിയാത്തിനിരിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവർ, ഇതിനൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല ഔഷധമാണ് കുക്കടാണ്ട തൈലം, കോഴിമുട്ട തൈലം. എത്രയോ കാലമായി വീട്ടിൽ നിന്ന് അമ്മ പറയുന്ന മോനെ മുട്ടുവേദന, ഉമ്മ പറയുന്ന മോനെ നട്ടല് വേദന, ഭാര്യ പറയുന്നു കൈകാല് കിടച്ചൽ, അപാരമായ നടുനമ്പലത്തിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല ഔഷധം കുക്കടാണ്ട തൈലം, കോഴിമുട്ട തൈലം. കോഴിമുട്ടൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണിന്ന് കണ്ണുനീരൊലിക്കും പോലെ, റബ്ബർ ടാപ്പ് ചെയ്തവൻ്റെ റബ്ബർ പാല് ഊട്ടി ഒലിക്കും പോലെ കോഴിമുട്ടയിൽ നിന്ന് ചോന്ന എണ്ണ ഊറ്റിയെടുക്കുക. ഉപ്പ പഠിപ്പിച്ചൊന്നുമല്ല, പാരമ്പര്യ വൈദ്യനൊന്നല്ല. ഞാനൊരു കിതാബ് നോക്കി പഠിച്ചതാ, പാരമ്പര്യ വൈദ്യനൊന്നല്ല ഞാൻ. വാദസംബന്ധമായ വേദനയ്ക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു പഴയകാല ഔഷധമാണ് കുക്കടാണ്ട തൈലം. അനൗൺസ്മെന്റ്. സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത ചോളി, വേഗം വേദന